ഹലോ ഡിയർ ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദയുടെ മുത്തശ്ശി ദമ്പതി പൂജയൊക്കെ കഴിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ മാഷും കനകയും കൂടെ വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരികയാണ്. അന്നേരത്തേക്ക് നമ്മുടെ മുത്തശ്ശി കനകയെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിന് ഞാൻ പത്മത്തെ കൂടി കൂട്ടാമെന്ന് വിചാരിച്ചത്, പിന്നെ അവളുടെ മനസ്സിലൊന്നും ഇരിക്കത്തില്ല, അതുകൊണ്ടാണ് കൂട്ടിക്കൊണ്ട് വരാഞ്ഞത്. ജഡ്ജി അദ്ദേഹത്തിന് ഞങ്ങളെ പറ്റിയിട്ടുള്ള ഭാവങ്ങളൊന്നും മാറിയിട്ടുണ്ടാവില്ല അല്ലേ എന്നൊക്കെ ചോദിക്കുവേ. അപ്പോഴത്തേക്കിനും പറയും അങ്ങനെയാണ്, നമ്മൾ വിചാരിച്ചിരുന്ന പോലെയൊന്നും അല്ലല്ലോ കാര്യങ്ങളൊക്കെ നടന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അറിയാലോ, ശങ്കറിന് ഇപ്പോഴും അതിനോടൊന്നും പൊരുത്തപ്പെടാനായിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെന്നാണോ? അവനൊരു തെറ്റ് ചെയ്തു, ശരിയാണ്. പക്ഷേ അവൻ്റെ വാലെ തൂങ്ങി വന്നത് നിങ്ങളുടെ മോളാണ് എന്ന കാര്യം മറക്കരുത് എന്നിങ്ങനെ മാഷ് പറയുകയാണേ. അറിയാം, അവൾ ആ വീട്ടിലുള്ളത് കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന് നല്ലതേ ഉണ്ടാവുകയുള്ളൂ എന്നിങ്ങനെ നമ്മുടെ മുത്തശ്ശി പറയുവാണേ. അത്രയും ദൈവാനുഗ്രഹമുള്ളൊരു കുട്ടിയാണ് അവൾ. എനിക്കൊന്ന് പ്രസിഡൻറ്റിനെ വരെ കാണണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാഷ് അങ്ങോട്ടേക്ക് പോവുകയാണേ. നീ പുറത്തേക്ക് ഇറങ്ങി നിൽക്കാനും പറയുക. അതിനുശേഷം നമ്മളുടെ മുത്തശ്ശിയുടെ കൈ പിടിച്ചിട്ട് കനക അങ്ങോട്ടേക്ക് അമ്പലത്തിന് അങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങുകയാണ്. അപ്പോഴത്തേക്കിനും പറയുന്നുണ്ട്, മാഷിന് ഞാൻ വന്നതും വഴിപാട് കഴിപ്പിച്ചതൊന്നും ഇഷ്ടമായിട്ടുണ്ടാവില്ല അല്ലേ? നീ അങ്ങോട്ടേക്ക് ഇറങ്ങി നിൽക്കുക. അതിനുശേഷം നമ്മുടെ മുത്തശ്ശിയും കനകയും കൂടെ ഇങ്ങോട്ട് നടന്നു വരികയായിട്ട്. അപ്പോൾ മുത്തശ്ശിയുടെ കൈയൊക്കെ പിടിച്ചിട്ടാണ് കനക പിടിച്ചുകൊണ്ട് വരുന്നത്. മാഷിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അല്ലേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. വഴിപാട് കഴിപ്പിച്ചതും അതുപോലെ തന്നെ ഇങ്ങനെ വന്നതും ഒക്കെ എന്നെ കണ്ടതും ഒക്കെ എന്നൊക്കെ പറയുക മുത്തശ്ശി. അപ്പോഴത്തേനും കനക പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഇവിടെ നിർത്തിയിട്ട് പോകത്തില്ലായിരുന്നു. നമുക്ക് വിക്രത്തിനെ പറ്റിയിട്ടും വേദനെ പറ്റിയിട്ടൊക്കെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് മാഷിപ്പം അങ്ങോട്ടേക്ക് പോയത്, അല്ലാതെ പ്രസിഡന്റിനെ കാണാനൊന്നും അല്ല എന്നിങ്ങനെ പറയുന്നുണ്ടേ. അപ്പോൾ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ സന്തോഷത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, അപ്പോൾ മാഷ് എൻ്റെ കുട്ടീനെ അംഗീകരിച്ച് കാണും അല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കനക പറയുകയാണ്, എൻ്റെ മാഷ് സ്നേഹം വെളിയിലോട്ട് പ്രകടിപ്പിക്കത്തില്ലെന്നേ ഉള്ളൂ, പക്ഷേ ലോകത്ത് ഒരു വ്യക്തിനെ വെറുക്കാനായിട്ട് അദ്ദേഹത്തിന് അറിയില്ല, അങ്ങനെയുള്ളതാണ് എൻ്റെ മാഷ് എന്ന് കനക പറയുന്നുണ്ട്. 3 ആൺമക്കളും വിപരീത ദിശയിൽ ചലിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഏതച്ഛനാണ് ആത്മാർത്ഥമായിട്ട് ചിരിക്കാൻ പറ്റുന്നത്? വിക്രം കാരണം ഒരു ദോഷവും വേദയ്ക്ക് വരരുതെന്ന് എൻ്റെ മാഷ് ആഗ്രഹിച്ചിട്ടുള്ളൂ. പഴയൊരു മനസ്സിനുടമയാണ് എൻ്റെ മാഷ്. ശാസിച്ചും സഹാരിച്ചും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ കുട്ടികളും നന്നാവൂ എന്നുള്ള വിചാരത്തോട് കൂടി പോകുന്ന ഒരു പഴയ മനസ്സ്. അങ്ങനെ ഒരു വീട്ടിലേക്ക് എൻ്റെ മോള് വന്ന് കയറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. അതുപോലെ തന്നെ നോക്കിക്കോ, വിക്രമനും അതുപോലെ വേദയും ഉമയും മഹേശ്വരനെ പോലെ ജീവിക്കും, നോക്കിക്കോ എന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ടേ. താമസിയാതെ നമ്മുടെ 2 വീട്ടുകാരും ഒന്നിക്കും, ഇപ്പോഴുള്ള തടസ്സങ്ങളൊന്നും നോക്കണ്ട എന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ടേ. ജ്യോത്സ്യരി പറഞ്ഞത് പ്രകാരം വിക്രമനും വേദയ്ക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നതോടെ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നാണ്. അതിന് അവരിപ്പോഴും അറിയാം, എല്ലാം ശരിയായി വരും, കമല നോക്കിക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും നമ്മുടെ അമ്പലത്തിൻ്റെ മണിമുഴക്കമൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും സന്തോഷത്തോടു കൂടി നിൽക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സൂപ്പർ മാർക്കറ്റാണ്. നമ്മുടെ ശ്രീചേടത്തിയും അതുപോലെ വേദയും കൂടെ സൂപ്പർ മാർക്കറ്റിൽ സാധനം മേടിക്കാൻ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ സാധനമെല്ലാം മേടിച്ചിട്ട് കടക്കാരൻ ചോദിക്കുന്നുണ്ട്, ഇനി വേറെ എന്തെങ്കിലും വേണമെന്നേ. അപ്പോൾ പറയുന്നു, ഒരു കേക്ക് വേണമെന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും എഴുതണം ചോദിക്കുന്നുണ്ട്. അപ്പം ഹാപ്പി ആനിവേഴ്സറി അച്ഛ അമ്മ എന്നും കൂടെ എഴുതണമെന്ന് ഇങ്ങനെ വേദ പറയുവാണേ. അപ്പോൾ ശ്രീചേട്ടത്തി പറയവേ, പിറന്നാൾ കേക്കിൻ്റെ കാര്യത്തിൽ ഓർമ്മയുണ്ടല്ലോ എന്ന് പറയവേ. അന്നേരത്തേക്കിന് വേദ പറയുന്നുണ്ട്, ഒരു പ്രാവശ്യം അങ്ങനെ ഉണ്ടായെന്ന് കരുതി എപ്പോഴും അങ്ങനെ ഉണ്ടാവണമെന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുവാണേ. അച്ഛൻ എത്ര തവണ ഇതുപോലെയൊക്കെ പെരുമാറിയെന്നാലും ഞാൻ ഇതുപോലെയൊക്കെ തന്നെ പെരുമാറും എന്ന് അച്ഛനെ കൂടി ബോധ്യപ്പെടുത്തണമല്ലോ എന്നിങ്ങനെ വേദ പറയുന്നുണ്ട്. ഇപ്രാവശ്യം ചെറിയൊരു മാറ്റമുണ്ട് കേട്ടോ. ക്യാഷ് ശ്രീചേടത്തിയുടേതാണെന്ന് ഏട്ടത്തി പറയണമെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും ശ്രീചേടത്തി ഞാനോ എന്നിങ്ങനെ ചോദിക്കുവാണേ. ഞാനാണ് കാശ് മുടക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ആദ്യം കയറി ഉടക്കും. ശ്രീചേടത്തി ആകുമ്പോഴത്തേക്കിനും സംസാരിക്കാനൊരു സ്പേസ് ഉണ്ടാവും. അതിനിടയിൽ നമുക്ക് പരിപാടി ഒപ്പിക്കാന്നേ. അതിന് എൻ്റെ കയ്യിൽ എവിടുന്ന കാശ്? എപ്പോഴെങ്കിലും വീട്ടിൽ പോയപ്പോഴത്തേക്കിന് അനിയൻ തന്നതാണെന്നും ഇതുവരെ ചിലവാക്കാതെ എടുത്തു വെച്ചിരിക്കുന്നതാണെന്നും പറയണം. ഇങ്ങനെയൊക്കെ മുഖത്ത് നോക്കി നുണ പറയാനായിട്ട് എങ്ങനെ പറ്റും എന്ന് പറയും കേട്ടോ. അന്നത്തേക്കിനും വേദ പറയുകയാണെങ്കിൽ നമ്മൾ വലിയ കുറ്റകൃത്യം ചെയ്തിട്ടൊന്നും അല്ലല്ലോ പറയുന്നത്, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ വേദ തലയൊക്കെ ഉയർത്തിയിട്ട് ഒരു ജാഗ്രതയോടെ കൂടി പറയുന്നുണ്ട്. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, എനിക്കിതിനെ കൊണ്ടൊന്നും പറ്റില്ല മോളെ, ഞാൻ പേടിച്ചിട്ട് എല്ലാം നേരെ പറഞ്ഞു പോകും. അപ്പോൾ വേദ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നന്ദിനി അടുത്ത് തന്നാണെന്ന് പറയാം. അതൊക്കെ വിട്ടേക്ക്, ഞാൻ ശരിയായിക്കോളാം. എത്രയായിട്ടാ? 1300. എന്ന് പറഞ്ഞിട്ട് വേദ പൈസ എടുത്ത് കൊടുക്കുന്നുണ്ട്. എടുത്ത് ആ കേക്ക് ഒന്ന് മേടിക്കുക, അപ്പോഴത്തേക്കും ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് വേദ വെളിയിലോട്ട് ഇറങ്ങി പോവാണേ.
നമ്മുടെ വേദ ഫോൺ വിളിക്കുന്നത് മറ്റാരെയല്ല, നമ്മുടെ വിശ്വത്തിനെയാണ് കേട്ടോ. അപ്പോൾ 2-3 പ്രാവശ്യം ബെല്ലടിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ വിക്രം നല്ല ചെയറിലിരുന്നിട്ട് നല്ല ഉറക്കമാണ് കേട്ടോ. വേദ എത്ര ഫോൺ വിളിച്ചിട്ടും എടുക്കുന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ അതിൽ പോയിട്ടൊരു സൂപ്പർവൈസർ പറയുന്നുണ്ട്, ഹലോ ഹലോ എന്ന് 2-3 പ്രാവശ്യം വിളിക്കും കേട്ടോ. അപ്പോഴത്തേക്കും വിഷു എണീക്കുവേ. ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നതൊന്നും ജോയിൻ ചെയ്തിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ. ഇങ്ങനെ ഉറങ്ങുന്നതൊന്നും നമ്മുടെ മാനേജർ കാണണ്ട, പെട്ടെന്ന് തന്നെ ജോലി പോകും. അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഫോണിൻ്റെ റിങ്ങെങ്കിലും ഓഫ് ചെയ്ത് വെക്ക്. അങ്ങനെയാണെങ്കിൽ ആ റിങ്ങിൻ്റെ സൗണ്ട് കേട്ടിട്ട് ആരും കയറി വരത്തില്ലല്ലോ എന്നിങ്ങനെയൊക്കെ സൂപ്പർവൈസർ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണേ. പിന്നെ നമ്മുടെ വേദ വിളിച്ചേ, എന്താ വേദ എന്ന് ചോദിക്കുക. ഞാൻ ഫുൾ റിങ് പോയി, എന്നിട്ട് വിശ്വാസത്തിനെ എടുത്തില്ലല്ലോ എന്ന് ചോദിക്കുക. അന്നേരത്തേക്കിനും പറയും, ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു, വലിയ ജോലിക്കിടയിൽ ഞാൻ ഫോൺ എടുക്കാറില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പം പിന്നെ വേദ എന്താ വിളിച്ചതെന്ന് ചോദിക്കുക. ഞാൻ വിശ്വാസത്തിനെ ഒന്ന് വിളിച്ചതാണ്, ശ്രീജയത്തി എൻ്റെ കൂടെ ഉണ്ട്, പക്ഷേ ശ്രീജയത്തി അറിയാതെ ഞാനിപ്പോൾ വിളിക്കുന്നത്. ഞാൻ വിശ്വാസത്തിൻ്റെ ഫോണിലേക്ക് കുറച്ച് പൈസ അയച്ചു തരാം, ഇന്ന് ഏതൊക്കെയല്ലേ അച്ഛൻ്റെ അമ്മയുടെ വിവാഹ വാർഷികമല്ലേ, അതിന് മൂത്ത മകനൊന്നും കൊടുത്തില്ല എന്നവർക്ക് തോന്നണ്ട എന്ന് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് വരണമെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും വിഷയത്തിന് ഒരു സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ ശരി, ജോലി നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവാണ്. അതിനുശേഷം നമ്മുടെ വേദ ഇങ്ങനെ പതിയെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കിനും വേദ അങ്ങ് ആകെപ്പാടെ ഞെട്ടിപ്പോവുകയാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ വിക്രം ചാക്കുകെട്ടുമായിട്ട് എടുത്തുകൊണ്ട് ഇങ്ങനെ വണ്ടി കൊണ്ടുവന്ന് വെക്കും കേട്ടോ ഗോഡൗണിൽ നിന്ന്. അപ്പം ഞെട്ടിപ്പോയിട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. കുറേ നേരം വേദ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അതിനുശേഷം ഒരു ചാക്കും കെട്ട്, പിന്നെ 2 ചാക്ക് കെട്ട്, പിന്നെ 3 ചാക്ക് കെട്ടൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും പതിയെ വേദയുടെ മനസ്സിൽ ഒരു ചിരിയൊക്കെ ഇങ്ങനെ പൊട്ടിമുളയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ആത്മനിർവൃതിയോട് കൂടി ഇങ്ങനെ കണ്ടിട്ട് അങ്ങനെ അങ്ങ് ഉള്ളിലേക്ക് പോവുകയാണ്. പക്ഷേ ഇതൊന്നും നമ്മുടെ വിക്രം കാണുന്നില്ല കേട്ടോ. അപ്പം അതിന് ശേഷം നമ്മുടെ ഷോപ്പിലോട്ട് വീണ്ടും വേദ ശ്രീജയത്തിയുടെ അടുത്തോട്ട് കയറി വരുന്നുണ്ട്. ഏട്ടത്തി ഇങ്ങനെ ഞാനും കൂടെ പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടാളും ഷോപ്പിൽ നിന്ന് ഇറങ്ങി വെളിയിലോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്കാണല്ലോ നമ്മുടെ വിക്രം ഇങ്ങനെ ചാക്ക് ചുമക്കുന്നത്. അപ്പോൾ അതേക്കിന് ശ്രീജേടത്തി ഇങ്ങനെ കുനിഞ്ഞ് നടക്കും കേട്ടോ. ശ്രീജേടത്തി കാണുന്നില്ല. വേദ വീണ്ടും ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിന് വിക്രം വീണ്ടും ചാക്കുകെട്ടുമായിട്ട് വണ്ടി കൊണ്ടുവന്ന് വയ്ക്കുകയാണേ. മനസ്സിൽ മുഖത്ത് നല്ല ചിരിയൊക്കെ ഉണ്ടല്ലോ. മനസ്സിൽ സന്തോഷം തോന്നുമ്പോഴാണല്ലോ മുഖത്ത് ചിരി ഉണ്ടാകുക. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് ചോദിക്കുക. അപ്പം ഇങ്ങനെ വേദ പറയുകയാണ്, ഒരാൾ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ആർക്കെങ്കിലും സന്തോഷം ഉണ്ടാവുമോ, സങ്കടമാണോ ഉണ്ടാകുക എന്നിങ്ങനെ ചോദിക്കുക. അപ്പോൾ ശ്രീജേട്ട് പറയുകയാണ്, മനുഷ്യന്മാർ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ആർക്കെങ്കിലും സന്തോഷം ഉണ്ടാവുമോ, സങ്കടം ഉണ്ടാവുള്ളൂ, ദുഷ്ടന്മാർക്ക് സന്തോഷിക്കാൻ സാധിക്കും എന്നിങ്ങനെ പറയുവാണേ. അപ്പം എൻ്റെ മനസ്സിൽ ദുഷ്ടതയുണ്ടല്ലേ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. വേദ അങ്ങനെ കണ്ട് സന്തോഷിക്കുന്ന ഒരാളല്ലെന്ന് നമുക്കറിയാലോ. ദാരിദ്ര്യം, സങ്കടം തുടങ്ങിയ മനുഷ്യൻ്റെ കഷ്ടതകളിലൊന്നും ഞാൻ സന്തോഷിക്കത്തില്ല. പക്ഷെ ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് കണ്ടാൽ, ആര് ചെയ്യുന്നത് കണ്ടാലും ഞാൻ സന്തോഷിക്കും എന്നിങ്ങനെ വേദ സന്തോഷത്തോടു കൂടി പറയുകയാണ്. കാരണം അവർക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കുമല്ലോ. അതാണോ കാരണം? അപ്പം നല്ലതാണ് എന്നിങ്ങനെ ശ്രീചേട്ടത്തി പറയുന്നുണ്ട്. അതിനിപ്പോൾ ആരാ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുവേ. അപ്പോഴത്തേക്കിനും പറയുകയാണെ, വിശ്വേട്ടൻ്റെ കാര്യമാണോ? വിശ്വേട്ടൻ്റെ കാര്യത്തിൽ എനിക്കും ഇപ്പോൾ നല്ല സന്തോഷമുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വേറെ ഇങ്ങനെ ചിരിക്കുവാണ്. അതെ ശ്രീചേട്ടത്തി, ഉദ്ദേശിച്ച കാര്യം സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ നന്ദിനി എടുത്ത് വീട്ടിലിരുന്നിട്ട് മാഗസിൻ വായിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, ഉമ്മറത്തിരുന്നിട്ട്. ഇപ്പോൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് കയറി വരുവേ. നേരത്തേക്കും ചോദിക്കും, സർക്കിട്ടൊക്കെ കഴിഞ്ഞിട്ട് എത്തിയോ എന്ന് ചോദിക്കുക. അപ്പം വേദ പറയും, സർക്കിട്ടൊക്കെ കഴിഞ്ഞിട്ട് എത്തിയെന്ന് പറയും കേട്ടോ. നേരത്തെയൊക്കെ ആണെങ്കിൽ ശ്രീജയത്തി എവിടെ പോയെന്നാലും എന്നോട് പറയായിരുന്നു എന്നിങ്ങനെ പറയേ. അപ്പോഴത്തേക്കിനും പറയുന്നുണ്ട്, ഞങ്ങൾ അതിന് വലിയ ദൂരത്തൊന്നും അല്ല പോയത്, ഇതാ ഇവിടം വരെയല്ലേ എന്നിങ്ങനെ ചോദിക്കുവേ. ഞാൻ വലിയ വീട്ടിലെ പണക്കാരിയൊന്നും അല്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീജേട്ട് പറയുകയാണെ, ഇങ്ങനൊന്നും പറയരുത് കേട്ടോ, പിന്നെ ഞാൻ വലിയ വീട്ടിലെ പണക്കാരിയാണോ? ആ ബോധമേ നമുക്ക് രണ്ടാക്കും വേണമെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറയേ. ഇവളൊക്കെ തനി നിറം എപ്പോഴാണ് അവളുടെയൊക്കെ വിധം മാറുന്നതെന്ന് അറിയത്തില്ല, തനി നിറം വെളിവാക്കുന്നത് എപ്പോഴാണെന്ന് അറിയാൻ പറ്റത്തില്ല ഇങ്ങനെ നന്ദിനി പറയുകയാണേ. അപ്പോഴത്തേക്കും നമ്മുടെ വേദ പറയുന്നുണ്ട്, ഒരു കുത്തു കേൾക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ നന്ദിനി നടത്തി ക്യാഷ് കയറി പിടിച്ചല്ലേ. അപ്പോൾ ഇങ്ങനെ നന്ദിനി എന്നിങ്ങനെ വയ്ക്കുന്നുണ്ട്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണ്, കാശുള്ളത് എൻ്റെ വീട്ടിലാണ്, അല്ലാതെ നന്ദിനിയെടുത്ത് എടുത്ത് വെക്കുന്ന പോലെ ഇവിടുത്തെ അലമാരിയിലല്ല എന്നിങ്ങനെ വേദ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദിനി ശ്രീചേനെ ഒന്ന് നോക്കുന്നുണ്ട് ഇറങ്ങണിട്ടിട്ടെ. അലമാരിയിലോ? ആരുടെ കാശ്, എവിടുത്തെ കാശ് എന്നിങ്ങനെ പരത്തുന്നുണ്ട്. അന്നേരത്തേക്കിനും നമ്മുടെ വേദ പറയുകയാണെ, നന്ദിനി എടുത്ത് ടെൻഷനൊന്നും അടിക്കണ്ട, ഞാൻ ആരോടും പറയാനൊന്നും പോകുന്നില്ല, ആർക്കും കൊടുക്കാതെ സൂക്ഷിച്ച് വെച്ചേക്കെന്നിങ്ങനെ പറയുവേ. എന്നല്ലേ നീ ഒന്ന് എടുത്ത് കാണിച്ചേ, ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നതെന്നിങ്ങനെ നന്ദിനി പറയാം കേട്ടോ. അത്ര ഉറപ്പായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അത് ബാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ടാവും അല്ലേ എന്നിങ്ങനെ വേറെ ചോദിക്കുവാണേ.
നന്ദിനി വെറുതെ വിഷയമാക്കണ്ട. ഞങ്ങൾ ഇവിടെ തൊട്ടടുത്താണ് പോയത്. അച്ഛൻ്റെ അമ്മയുടെ വിവാഹ വാർഷികമല്ലേ വരുന്നത്. അപ്പോൾ ഒരു കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി പോയതാണ് ഇങ്ങനെ പറയുവേ. ശ്രീചേട്ടത്തി, ഇതൊക്കെ ഇവിടെ പതിവുള്ളതാണോ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം വേദ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെയല്ലേ പതിവുകൾ തെറ്റിക്കുന്നത്. നീ വാങ്ങിയതാണെന്ന് അറിഞ്ഞെന്നാൽ അച്ഛൻ സമ്മതിച്ചു തന്നെ ആ പറമ്പിലോട്ട് എടുത്തെറിയും എന്നിങ്ങനെ ശ്രീജ പറയുന്നുണ്ട്. അതിന് കേക്ക് മേടിച്ചത് ഞാനാണല്ലോ. ശ്രീചേട്ടത്തിയോ? വിശ്വേട്ടൻ ഇന്നലെ ജോലിക്ക് പോയി തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് ശമ്പളം കിട്ടി തുടങ്ങിയോ? എന്തിനാ ഇവളുടെ കൂടെ കൂടി ഇങ്ങനെ നുണ പറയാനായിട്ട് നിൽക്കുന്നത്? അതെ, നുണ തന്നെയാ. കാശ് കൊടുത്തത് ഞാനാ, പക്ഷേ ശ്രീചേട്ടത്തി കൊടുത്തതാണെന്നേ പറയൂ. ആ, മനസ്സിലായി. എന്നിട്ട് ശ്രീചേട്ടത്തിയെ കൊണ്ട് പറയിപ്പിക്കും ഇത് ഞാനാണ് മേടിച്ചതെന്ന്. പതിയെ അച്ഛൻ്റെ മനസ്സിലും ഈ വീട്ടിൽ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ ഉടായിപ്പ്. അതിന് ശ്രീചേട്ടത്തിയും കൂട്ട് അല്ലേ? അപ്പോൾ വേദ പറയുന്നുണ്ട്, അതെ പറയും, ഉറപ്പായിട്ടും ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയും എന്നിങ്ങനെ പറയും കേട്ടോ. ആ, അങ്ങനെയാണെങ്കിൽ നന്ദിനി എടുത്ത് കിണറ്റിലിട്ടും. എന്ത്? ആ കാണുന്ന കിണറ്റിനുള്ളിലേക്ക് പിടിച്ച് തള്ളിയിടും എന്നിങ്ങനെ വേദ പറയുവാണേ. ഇതേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നാൽ എന്നെ ശ്രീചേട്ടത്തി സഹായിക്കും എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ശ്രീചേട്ടത്തി ഇങ്ങനെ തലയാട്ടുന്നുണ്ട് കേട്ടോ. വാ ശ്രീചേട്ടത്തി എന്ന് പറഞ്ഞിട്ട് വേദ നമ്മുടെ ശ്രീചേട്ടത്തിനെ കൂട്ടിക്കൊണ്ട് പോവുകയാണേ. എന്നിട്ട് പോകുന്ന വഴിക്ക് പറയുന്നുണ്ട്, ഏതൊക്കെയാലും നന്ദിനിയടുത്തേക്ക് മുങ്ങാനുള്ള വെള്ളമൊക്കെ ആ കിണറ്റിൽ കാണും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഗാഥ ഇങ്ങനെ ഓട്ടോയിൽ ഓടിച്ച് അതേ വരികയാണ് കേട്ടോ. അപ്പോഴത്തേക്കിനും ഇങ്ങനെ ഓട്ടോ ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ കാണുകയാണ് വിക്രം ചാക്കോട്ടുമായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നത്. അപ്പം വണ്ടി നിറഞ്ഞു കേട്ടോ, കുറച്ചും കൂടി ഉള്ളൂ എടുത്ത് വെക്കാനായിട്ടൊക്കെ. അപ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ട് വിക്രമായിട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരുന്നുണ്ട് കേട്ടോ. വിക്രമൻ സംസാരിക്കാനായിട്ട് നിൽക്കുന്നേ ഇല്ല. ഞാൻ പറയുന്നത് കേൾക്ക് വിക്രമേട്ട, ഇതെന്താ ഈ ജോലി ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ കാശുണ്ടാക്കാനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല വിക്രമേട്ടൻ ഇങ്ങനെ ചെയ്യുമെന്ന്. ഇതല്ലാതെ മറ്റേ എന്തൊക്കെ ജോലികളുണ്ട് അതൊക്കെ ചെയ്തുകൂടെ എന്നിങ്ങനെ ചോദിക്കുക. എന്നതൊക്കെ വിക്രമൻ പറയുന്നുണ്ട്, ഒരു ഗുണ്ട, ഒരു തെമ്മാടി, വേറെ ഏത് ജോലി ചെയ്യാനാ? നീ പറ എന്നിങ്ങനെ മോത്തോക്ക് സംസാരിക്കുന്നുണ്ട് കേട്ടോ. വിക്രമേട്ടന് വിദ്യാഭ്യാസം ഉള്ളതല്ലേ, ഏതെങ്കിലും ജോലിക്ക് ശ്രമിച്ചുകൂടെ എന്നിങ്ങനെ ഗാഥ ചോദിക്കുന്നുണ്ട്. എനിക്ക് കാശ് വേണ്ടത് ഇന്നാ. അപ്പോൾ ടെസ്റ്റ് എഴുതി പാസ്സായി റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന് ജോലി കിട്ടിയിട്ട് മതിയോ? അങ്ങനെ കാശ് വേണ്ടത് ഏതോ ഒരു കാലത്തല്ല എന്നിങ്ങനെ പറയുവേ. അപ്പോഴത്തേക്കിനും നമ്മുടെ ഗാഥ പറയുന്നുണ്ട്, കുറച്ച് കാശ് വേണമെങ്കിൽ ഞാൻ തരാമെന്ന് പറയും കേട്ടോ. അയ്യോ വേണ്ട എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഇനി നീയും കൂടെ സഹായിച്ച് എന്നെ ഒന്നിനും കൊള്ളാത്തവനാക്കാൻ നിൽക്കല്ലേ എന്നിങ്ങനെ പറയുവാണേ. നീ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് വിക്രമൻ വീണ്ടും ചാക്ക് എടുക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കിനും പുറത്തിങ്ങനെ ചോര കാണുന്നുണ്ട് കേട്ടോ. അയ്യോ ചോര എന്ന് പറഞ്ഞിട്ട് ഗാഥ അങ്ങോട്ടേക്കും വരുന്നുണ്ട് കേട്ടോ. ബാ ഇനി മതി, നിർത്ത്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, ഞാൻ എൻ്റെ ഓട്ടോയിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും അവിടുന്ന് മാനേജർ ഇറങ്ങി വന്നിട്ട് ഈ ചാക്കേട്ട് മുഴുവൻ ഇറക്കി വെച്ചിട്ട് വേണം പോകാൻ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അനാവശ്യ കാര്യങ്ങൾ കയറി ഇടപെടരുതെന്ന് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയുവേ. അപ്പോഴത്തേക്കിനും കഥ പറയും, ഞാൻ വിക്രമേട്ടൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ വന്നത് പറയുന്നത്, ബാ വാ നമുക്ക് ആശുപത്രിയിൽ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രമൻ്റെ കൈ പിടിച്ച് കുലുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും വിക്രമൻ അങ്ങ് ദേഷ്യം വരികയാണ്. ഞാൻ വിടില്ല, എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗാഥ വീണ്ടും കയ്യെ പിടിച്ച് വലിക്കുകയാണ്. അപ്പോഴത്തേക്കിന് എൻ്റെ കയ്യിൽ നിന്ന് വിടാനാണ് പറഞ്ഞത് എന്നിങ്ങനെ പറയുക കേട്ടോ. ഇങ്ങനെ മുറിഞ്ഞ കൈയുമായിട്ട് ഇങ്ങനെ ജോലി എടുക്കാനായിട്ട് ഞാൻ വിടില്ല എന്നിങ്ങനെ പറയും കേട്ടോ. വിടടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രമൻ ഇങ്ങനെ കൈ വലിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യത്തോടു കൂടി ഗാഥനെ നോക്കുവാണ്. വിടടി, ഒറ്റയടിക്ക് നിൻ്റെ കർണം പോയിക്കാനായിട്ട് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, നാട്ടുകാരുടെ മുന്നിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടി അപമാനിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുമിച്ച് വളർന്ന കുട്ടിയാണ്, ചെറുപ്പം മുതലേ കാണുന്നതാണല്ലോ എന്ന് വിചാരിച്ച് കൺസെഷൻ തന്നാൽ നീ എന്താ എൻ്റെ തല കയറി നിരങ്ങാൻ വരികയാണോ? ഇനി മേലിൽ എൻ്റെ കാര്യം അന്വേഷിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്ന ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞുകൊണ്ട് ഗാഥനെ ഇറക്കി വിടുന്നുണ്ട്. അപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് അങ്ങ് പോവുക കേട്ടോ. കണ്ണീരൊലിപ്പിച്ച് ഇനിയും നാണം കെടുത്താതെ ഇറങ്ങി പോകാനാണ് പറഞ്ഞത്. എന്താടാ ആ കുട്ടി അങ്ങനെയൊക്കെ പ്രതികരിച്ചിട്ട് പോകുന്നത്? ഇനി അയ്യപ്പൻ നാടുന്നേളെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നിങ്ങനെ പറയുവേ. അവളൊരു പാവം കുട്ടിയാ, അവളെ നീ വെറുതെ വിട്ടേക്കണം എന്നിങ്ങനെ പറയാം. അവളൊരു പാവം കുട്ടി തന്നെയാണ്, പക്ഷേ വകതിരിവ് വേണ്ട എന്നിങ്ങനെ വിക്രം പറയുവാണേ. ഉച്ച കഴിഞ്ഞാൽ എനിക്ക് വീട് വരെ ഒന്ന് പോയിട്ട് വരണം, 2 ദിവസത്തെ കൂലി നേരത്തെ തരണേ ജോസഫ് ഏട്ടാ. ശരി, അതിനെന്താ തരാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാം കേട്ടോ. അടുത്തത് കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ എല്ലാവരും ബലൂണൊക്കെ വീർപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നന്ദിനിയടുത്ത് പറയുകയാണ്, അച്ഛൻ്റെ വായിന്ന് എന്തെങ്കിലും വീണെന്ന് കേട്ടോ ശ്രീചേട്ടത്തി എന്നിങ്ങനെ പറയുക. അന്നത്തേക്കിനും നമ്മുടെ നന്ദിനിയുടെ ഹസ്ബൻഡ് പറയുകയാണ്, അച്ഛൻ്റെ വായിന്ന് വീണെന്നാൽ നമ്മൾ കേൾക്കാതെ പിന്നെ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടേ.
അതിൽ വിഷമിക്കാൻ നീ ഉണ്ടാവില്ലെന്ന് പറ എന്നിങ്ങനെ പറയുവാണ്. ഇന്നിവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളിൽ ആരും സങ്കടപ്പെടേണ്ട, വേദ കൃത്യമായിട്ട് എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ നടന്നോളും. അപ്പോഴത്തേക്കിനും അച്ഛനും അമ്മയും പടി കടന്ന് വരിക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വേദ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അച്ഛനും അമ്മയും വരുന്നുണ്ട്, ഞാൻ പോയിട്ട് കേക്ക് എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയിട്ട് കേക്ക് എടുക്കാൻ പോകുന്നുണ്ട്. അപ്പം നമ്മുടെ നന്ദിനി ഒരു ആനിവേഴ്സറി ആഘോഷം ബലൂണും എന്ന് പറഞ്ഞുകൊണ്ട് ചുരുട്ടിയ ബലൂൺ താഴെ ഇടുന്നുണ്ട്. അപ്പം വിനയേട്ടൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അച്ഛൻ ആദ്യം തന്നെ കയറി വരുമ്പോഴത്തേക്കും നമ്മുടെ പത്രം ഇങ്ങനെ നിലത്ത് കിടക്കും കേട്ടോ. എന്നിട്ട് അച്ഛൻ പറയുകയാണേ, പത്രം വായിക്കാൻ എല്ലാവരും ഉണ്ട്, എന്നിട്ട് അതിരുന്ന് എടുത്ത് വെക്കാനായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പത്രം എടുക്കാൻ പോവുക. അപ്പോഴത്തേക്കും നമ്മുടെ കനക ഉള്ളിലേക്ക് കയറി വരും കേട്ടോ. ഉള്ളിലേക്ക് കയറി വരുമ്പോഴത്തേക്കിനും ഭയങ്കര സന്തോഷമാകുവാണേ. എന്താ ഇത് എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പം മുടങ്ങിപ്പോയ പിറന്നാൾ ആഘോഷം കൂടെ ഒന്നിച്ച് ആഘോഷിക്കാമെന്ന് തീരുമാനിച്ചു, എങ്ങനെയുണ്ടെന്ന് ചോദിക്കുവേ. എന്നിട്ട് വിനയൻ ആദ്യം തന്നെ പറയേ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അമ്മയെന്നിങ്ങനെ പറയും കേട്ടോ. അത് അച്ഛനും കൂടെ വന്നിട്ട് പറയുന്നതല്ലേ വിനയേട്ടാ നല്ലത്, ഇങ്ങനെ നന്ദിനി പറയും കേട്ടോ. അപ്പോഴത്തേക്കിന് നമ്മുടെ വേദ കേക്കുമായിട്ട് അങ്ങോട്ടേക്ക് വരുവേ. എന്താ മോളെ ഇത്, അച്ഛൻ ഇതൊക്കെ കണ്ടിട്ട് എന്തു പറയുമെന്ന് അറിയത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ടേ. അപ്പോഴത്തേക്കിനും വേദ ഇങ്ങനെ പറയുന്നുണ്ടേ, അയ്യോ അങ്ങനെയാണോ, പിന്നെ നന്ദിനി അടുത്ത് എന്തിനാണ് ഞങ്ങളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത്, കേക്ക് മേടിക്കാൻ എന്തിനാണ് ഞങ്ങൾക്ക് പൈസ തന്നത് എന്നിങ്ങനെ പറയുമ്പോൾ നന്ദിനി എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കിനാണ് നമ്മുടെ മാഷ് അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് കേട്ടോ. അപ്പോഴത്തേക്കിനും അച്ഛൻ ഇങ്ങനെ വന്നതും കേക്കൊക്കെ കാണുക കേട്ടോ. അപ്പോൾ വേദ പറയുകയാണ്, ഞാനും ശ്രീചേട്ടത്തിയും കൂടെ വേളിയിൽ പോകാൻ നിന്നപ്പോഴാണ് നന്ദിനി അടുത്ത് കേക്ക് മേടിക്കണം പറഞ്ഞിട്ട് 1000 രൂപ തന്നതെന്ന് ഇങ്ങനെ പറയുകയാണേ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ നന്ദിനിക്ക് ചെറിയൊരു സന്തോഷം വരുന്നുണ്ട്. അപ്പോഴത്തേക്കിനും ഇതൊക്കെ ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് വിനായകേട്ടനായിരിക്കും കാശ് കൊടുത്തത് അല്ലേന്ന് ഇങ്ങനെ ചോദിക്കുക. അപ്പോഴത്തേക്കിനും വിനായകൻ്റെ കയ്യിലൊരു നമ്മുടെ ബലൂൺ ഉണ്ടായിരുന്നു കേട്ടോ. ആ ബലൂൺ ഇങ്ങനെ കാറ്റിപ്പാർന്ന് പോവേ, അതിൻ്റെ ഗ്യാസൊക്കെ പോയിട്ട്. അപ്പോൾ വിനായകൻ ഇങ്ങനെ പറയേ, അച്ഛൻ്റെ അമ്മയുടെ വിവാഹ വാർഷികമല്ലേ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ വേദ പറയും, ശരിയാണ്, അച്ഛൻ്റെ അമ്മയുടെ വിവാഹ വാർഷികമല്ലേ, അപ്പോൾ മക്കൾ ഒരുക്കുമല്ലേ, അതിന് അച്ഛനമ്മമാർ നിന്നു കൊടുത്തല്ലേ പറ്റൂ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ചിരിച്ചുകൊണ്ട്. കേക്ക് മേടിച്ചിട്ടുള്ള ബാക്കി പൈസ കൊണ്ട് ബലൂണും മറ്റു സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് ശ്രീജേടത്തിയാണ് പറഞ്ഞത് ഇങ്ങനെ വേദ പറയുവേ. അപ്പോഴത്തേക്കും നമ്മുടെ വേദ ഇങ്ങനെ നന്ദിനിയെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാളും കൂടെ മുഖത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഗോഷ്ടി കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും മാഷ് പറയാണ്, അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്തവൻ ഞങ്ങളുടെ മോൻ വിനായകൻ ഈ വയസ്സനാം കാലത്ത് ഞങ്ങളുടെ വിവാഹ വാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടി മുടക്കിയ രൂപ 1000. അപ്പോഴത്തേക്കിനും നമ്മുടെ വേദ ഇടയ്ക്ക് കയറി പറയുകയാണ്, നന്ദിനി ഏട്ടത്തി സമ്മതിച്ചപ്പോൾ നമ്മുടെ വിനായകേട്ടന് സമ്മതിക്കാതിരിക്കാൻ തോന്നിയിട്ടുണ്ടാവില്ല അല്ലേ ഏട്ടത്തി എന്നിങ്ങനെ വേദ ചോദിക്കുവേ. അപ്പോഴത്തേക്കിനും ഏട്ടത്തി ഇങ്ങനെ പറയേ, ഇങ്ങനെ അതിന് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് ഞാനിങ്ങനെ ചോദിച്ചതേ ഉള്ളൂ വിനയേട്ടനോട്. അപ്പോഴാണ് വിനയേട്ടൻ 1000 ഇങ്ങനെ പറയാം, അപ്പോഴാണ് 1000 രൂപ നിൻ്റെ കയ്യിലോട്ട് തന്നതെന്ന് ഇങ്ങനെ മാഷ് ബാക്കി പൂരിപ്പിക്കുകയാണേ. മതി മാഷേ, നല്ലൊരു ദിവസമായിട്ട് കുട്ടികളത് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുകയല്ലേ വേണ്ടത്. മതി മാഷേ, നമുക്ക് കേക്ക് കട്ട് ചെയ്യാം, ജീവിതത്തിൽ ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ വേണം, അവസാനം ഓർക്കാൻ ഇതൊക്കെ കാണൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് കമല നമ്മുടെ മാഷിൻ്റെ മുഖത്തേക്ക് നോക്കുക കേട്ടോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഓഹോ, ഇങ്ങനെയുള്ള വാചകങ്ങളൊക്കെ എൻ്റെ ഭാര്യ പറയാൻ തുടങ്ങിയോ എന്നിങ്ങനെ മാഷ് ചോദിക്കുവേ. ഓഹോ, കുറേ കാലം മാഷിൻ്റെ കൂടെ അധ്യാപകൻ്റെ കൂടെ ജീവിച്ചതല്ലേ, കുറച്ചൊക്കെ ഫിലോസഫി എനിക്കും അറിയാം. വാ അച്ഛാ, ഇത് അമ്മയുടെ കൂടെ ദിവസമല്ലേ എന്നിങ്ങനെ ശ്രീചേട്ടത്തി പറയുന്നുണ്ട്. അപ്പം മാഷ് ഇങ്ങനെ വേദന നോക്കി ചിരിക്കുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ പതിയെ വന്നിട്ട് കേക്കിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ കേക്ക് നോക്കുകയാണ്, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അച്ഛ അമ്മ എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോഴത്തേക്കിനും നമ്മുടെ വിക്രം ഇങ്ങനെ പതിയെ വരുന്നുണ്ട് കേട്ടോ, കയ്യിലൊരു പാഴ്സലൊക്കെ ഉണ്ട്. ഇങ്ങനെ പതിയെ വന്നിട്ട് ഉള്ളിലേക്ക് കയറി വരുന്നില്ല, സീറ്റോടെ തന്നെ നിന്നിട്ട് ഇങ്ങനെ ഏറുകണ്ണിട്ട് നോക്കുക കേട്ടോ, ഒരു കൊച്ചു കുട്ടീനെ പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക്